ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാഷൻ ഫെസ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാമി അനൂപ്. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാകിസ്ഥാനി ദുപ്പട്ട ആട്ടോ. അപ്പം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പാകിസ്ഥാനി ദുപ്പട്ട. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ആദ്യമേ ലൈക്ക് അടിച്ചേക്കും കേട്ടോ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരൊക്കെയോ ഉണ്ടല്ലോ, അവരൊക്കെ ഒന്ന് നോക്കി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്ന്, എന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ആയിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് വന്നിട്ട് എല്ലാത്തിൻ്റെ കൂടെയും പ്ലെയിൻ ബ്ലാക്ക് ടോപ്പാണ് വരുന്നത്. നല്ല വൈഡ് നെക്കൊക്കെ ആയിട്ട് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ചെയ്ത് എലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളിയായിട്ടൊരു ബ്ലാക്ക് ടോപ്പും നല്ല എലഗൻ്റ് ആയിട്ട് വരുന്ന ടോപ്പും അതിൻ്റെ കൂടെ 4 ദുപ്പട്ടയാണ്, 4 മോഡൽ ദുപ്പട്ടയാണ് വരുന്നത്. എല്ലാത്തിനും കൂടെ സെയിം ബ്ലാക്കാണ് ടോപ്പ് വരുന്നത്. ദുപ്പട്ട നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കാൻ നിൽക്കേണ്ട, എന്താണെന്ന് വെച്ചാൽ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. സത്യത്തിൽ ഈ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവണില്ല ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം എല്ലാം ഏകദേശം അതിൻ്റേതായ ഭംഗിയുള്ളതാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ വെക്കുള്ളൂ കേട്ടോ. അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് അവൈലബിൾ ആയിട്ടൊരു ദുപ്പട്ടയായിരിക്കും വെക്കുന്നത്. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് 799 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 799 രൂപയാണ് റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഫുള്ള് മിറേഴ്സ് ആട്ടോ വരുന്നത്. നല്ല ഒറിജിനൽ മിറേഴ്സാണ് ഫുള്ള് വരുന്നത്. എങ്ങനെ പോയാലും 100-300 മിറേഴ്സ് എങ്കിലും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്ക്. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവേണ്ടതെന്ന് എനിക്ക് അറിയില്ല, കാരണം നമ്മുടെ വീഡിയോ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയി കാണില്ല മിറേഴ്സൊന്നും. കാരണം അതിൽ ഫുള്ള് മിറേഴ്സാണ് വന്നേക്കുന്നത്. നമുക്ക് 7 വർക്കിംഗ് ഡേയ്സ് ഫോർ ഡിസ്പാച്ചിങ് ടൈമാണ് വരുന്നത്. നമുക്ക് പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഡിസ്പാച്ച് ചെയ്യാം. 1 വർക്കിംഗ് ഡേയ്ക്കുള്ളിൽ നമുക്ക് എമർജൻസി ഡിസ്പാച്ച് ഉണ്ട്. പിന്നെ സ്പീഡ് പോസ്റ്റ്, DTDC, നോർമൽ പോസ്റ്റ്, ഇത്രയാണ് നമ്മൾ അയക്കുന്നത്. അപ്പം DTDC ആകുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ ഏതിലാണോ അയക്കേണ്ടതെന്നുള്ളത് നിങ്ങളാണ് പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അഡ്രസ്സിൻ്റെ താഴെ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത്. ഗൂഗിൾ പേ ഓർ ഫോൺ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. കണ്ടോ, ഓരോ ദുപ്പട്ടയും കണ്ടോളൂ കേട്ടോ. എല്ലാവർക്കും കൺഫ്യൂഷനാവും ഞാനിത് ഏതൊക്കെയാണ് കാണിക്കണേന്ന്. കണ്ടോ, അങ്ങോട്ട് മനസ്സിലാവില്ല. എല്ലാം അടിപൊളിയാട്ടോ, എല്ലാം നല്ല ഭംഗിയുള്ളതാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 1 വർക്കിംഗ് ഡേ നല്ല നെക്സ്റ്റ് ഡേ ഡിസ്പാച്ചിങ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നെക്സ്റ്റ് ഡേ തന്നെ ഡിസ്പാച്ച് ചെയ്തു. നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. എത്ര ഓർഡർ വന്നാലും നമ്മൾ നെക്സ്റ്റ് ഡേ, അന്ന് 3 മണിക്കുള്ളിൽ ഓർഡർ ഇടുന്ന എല്ലാ ഓർഡേഴ്സും നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ദിവസം തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ടേ. ഓക്കെ, അപ്പം ഇതിനെന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതിയേ. പിന്നെ നമുക്ക് ഓണം ആയതുകൊണ്ട് തന്നെ റിപ്ലൈ കുറച്ച് ഡിലേ ആവുന്നുണ്ട്. ഇനിയും ഏകദേശം ഒരു 10,000-ഓളം മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ കിടക്കുകയാണ്. നമുക്ക് അധികം സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളതാണ്. അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് നമ്മുടെ വാട്സപ്പ് അത്രയും മെസ്സേജുകൾ താങ്ങുന്നില്ല, നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല ഫോൺ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഓണമല്ലേ, അപ്പം അതിൻ്റെ ഒരു തിരക്കുകൊണ്ടാണ്. അപ്പം റിപ്ലൈ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം റിപ്ലൈ ഓക്കെ മെസ്സേജ് പോലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിലൊരു നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട്, പേയ്മെൻറ്റ് ചെയ്തവർ മാത്രം കേട്ടോ, എൻക്വയറിക്കായിട്ട് അതിലോട്ട് കോൺടാക്റ്റ് ചെയ്യരുത്. ആ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ എൻക്വയറി പാടില്ല. അങ്ങനത്തെ ഇപ്പം പേയ്മെൻറ്റ് ചെയ്തിട്ട് റിപ്ലൈ കിട്ടിയില്ല, ഒരു ഓക്കെ മെസ്സേജ് പോലും വന്നില്ല എന്നാണെങ്കിൽ മാത്രം അതിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് റീഫണ്ട്, എന്തെങ്കിലും ഇപ്പോൾ പ്രോഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് റീഫണ്ട് ചെയ്യാനായിട്ട് നമുക്ക് 24 hours ആണ് കേട്ടോ വരുന്നത്. അതിനുള്ളിൽ റീഫണ്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ എൻക്വയറി ചെയ്യുക. ഓക്കെ, താങ്ക്